അപ്പോൾ എല്ലാവർക്കും ഫുഡ് ബൗളിൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അബിയു പായസമാണ്. അതൊരു ട്രയലാണ്, എങ്ങനെ വരുമെന്ന് ഒരു ഉറപ്പില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു 300 ml പാല് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫുൾ അബിയു എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാരയും കോൺഫ്ലവറുമാണ് വേണ്ടത്. കോൺഫ്ലവറിന് പകരം വേണമെങ്കിൽ അരിപ്പൊടിയും പകരമായിട്ട് യൂസ് ചെയ്യാം. പായസം കുറച്ച് തിക്കായിട്ട് വരാനായിട്ടാണ് ഈ കോൺഫ്ലവറോ അരിപ്പൊടിയോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഇച്ചിരി പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. ആ 300 ml പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഇനി പാല് തിളപ്പിക്കുക. ആ തിളച്ച് വരുമ്പോൾ തന്നെ ആ പാലിലേക്ക് നമ്മുടെ കോൺഫ്ലവർ പാല് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് അബിയു കട്ട് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഫുള്ളി പൾപ്പ് പോലെ ആക്കരുത്, ചെറിയ കഷ്ണങ്ങൾ കിട്ടാൻ പാകത്തിനാണ് നമ്മളിവിടെ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പാല് കോൺഫ്ലവർ മിക്സ് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇനി ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അബിയു ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ അബിയു ഫ്രൂട്ട് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അബിയു ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള സത്ത് കംപ്ലീറ്റ് ഇതിലേക്ക് വലിയും, പായസത്തിലേക്ക് വലിയും. അതുപോലെ തന്നെ അത് നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടും. ഒരുപാട് ഭയങ്കര ലിക്വിഡ് ആയിരിക്കില്ല, പക്ഷേ എന്നാലും ഒരു സെമി സോളിഡ് മോഡിൽ സംഭവം കിട്ടും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല യുണീക്ക് ടേസ്റ്റാണ്. അബിയുവിൻ്റെ ഫ്ലേവറിങ് നന്നായിട്ട് വരുന്നുണ്ട്, നല്ല ബ്ലെൻഡാണ്, നന്നായിട്ട് ഇതുമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു യുണീക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.